മദീനയിലേക്ക് വരണോ, എനിക്ക് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിലേക്ക് ഞാൻ വരാൻ കൊതിക്കുന്നു നബിയേ. എനിക്കൊന്ന് മദീനയിലേക്ക് എത്താൻ, ആ മദീന ദർബാറിലൊന്ന് ചെന്നെത്താൻ അവസരം തരുമോ നബിയേ. ആ കുഞ്ഞിബാലന് വാഹനവുമായി മദീനയിലേക്ക് എത്താൻ, ആ കുഞ്ഞിബാലന്, ആ സമർക്കന്ദിയിലെ 10 വയസ്സുകാരനായ കുട്ടിക്ക് കയ്യിൽ ക്യാഷില്ല, സമ്പത്തില്ല. അതാ നടന്നു വരാന്ന് വെച്ചാലോ, നടന്നു വരാന്ന് കരുതിയാലോ കാളിന് സ്വാധീനമില്ല, കാളിന് ശക്തിയില്ല. ആ 10 വയസ്സുകാരനായ കുഞ്ഞിബാലന് അതാ എഴഞ്ഞ് ഇങ്ങനെ ആ മരുഭൂമിയിലൂടെ അവിടത്തെ ശരീരത്താ ചെറിയ കുഞ്ഞിബാലന്, നമ്മളെ വീട്ടിലില്ലേ 10 വയസ്സുകാരായ കുഞ്ഞുമക്കള്, ഞങ്ങളെ നാട്ടിലില്ലേ, കുടുംബത്തിലില്ലേ, ആ മക്കളുടെ പക്വത എന്താണ്, ആ മക്കളുടെ കളികൾ എങ്ങനെയാണ്, ആ മക്കളുടെ സ്വഭാവം എന്താണ്. എന്നാൽ ഈ 10 വയസ്സുകാരനായ കുഞ്ഞിബാലന് മദീനയിലേക്ക് എഴഞ്ഞ് മരുഭൂമിയിലൂടെ, ചുട്ടുപഴക്കുന്ന മരുഭൂമിയിലൂടെ എഴഞ്ഞിങ്ങനെ വരുന്നു. മദീന ബൗണ്ടറിയിലെത്തുന്നു, പച്ചക്കുബ്ബ കാണുന്നു. അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഇതാ ഞാൻ എൻ്റെ ശരീരത്തെ മരുഭൂമിയിലൂടെ ഉരുട്ടി അഴഞ്ഞിട്ടിതാ ഈ ബൗണ്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട് നബിയേ. എൻ്റെ പുറം ഭാഗത്ത് തോലികൾ പൊട്ടിയിട്ട് രക്തങ്ങൾ ഒലിഞ്ഞു വരുന്നു നബിയേ. എൻ്റെ കവിൾ തടത്തിലൂടെ രക്തങ്ങൾ വരുന്നു നബിയേ. ശരീരത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നിട്ടും രക്തങ്ങൾ അവിടുന്ന് പൊട്ടി വരുന്നു നബിയേ. ഞാനിനി എങ്ങനെ ദർബാറിലെത്താനാ നബിയേ? എനിക്ക് സാധിക്കുന്നില്ല നബിയേ. എന്നെയൊന്ന് സ്വീകരിക്കൂ നബിയേ, എന്നെയൊന്ന് ഏറ്റെടുക്കൂ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് മദീന ബൗണ്ടറിയിൽ പൊട്ടിക്കരഞ്ഞിട്ട് വീണ്ടും അദാ ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിലേക്ക്, അവിടെ അടുത്തേക്ക് എത്തിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, 10 മാസമായി നബിയേ എൻ്റെ ശരീരത്തെ മരുഭൂമിയിലൂടെ ഞാൻ എഴിഞ്ഞുകൊണ്ട് വരുന്നത്, കാളിന് സ്വാധീനമില്ല നബിയേ. അതേ ഈ 10 വയസ്സുകാരനായ കുഞ്ഞിമോന് അതേ കുഴിയും കുണ്ടും തോടും അതേ മാർഗഭ്രംശങ്ങളെല്ലാം താണ്ടി ഈ മദീനയിലേക്ക് എത്തിയതാണ് നബിയേ. എന്നെയൊന്ന് ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞിട്ട് അറിയാതെ കുഞ്ഞിമോന് ഉറക്കിൽ മയങ്ങിപ്പോകുന്നു. ആ ഉറക്കിലോടെ വരുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ ഉറക്കിലോടെ സ്വപ്നത്തിലോടെ കുഞ്ഞിബാലന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു, യാ ബുനയ്യ,
അല്ലയോ മോനെ, എന്താണ് സംഭവം, എന്താണ് വിശേഷം? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയെ കാണലാണ് എൻ്റെ ജീവിതം, അങ്ങയെ കാണലാണ് എൻ്റെ നിമിഷങ്ങള്, അങ്ങയെ കാണലാണ് എൻ്റെ മോഹങ്ങള്, അങ്ങയെ കാണലാണ് ഞാൻ എൻ്റെ ഈ 10 വർഷക്കാലമുള്ള ജീവിതത്തിൽ പ്രണയിച്ച് ആശിച്ച് മഹബത്തിലോട് എൻ്റെ ഖൽബിലങ്ങ് വന്നപ്പോ എൻ്റെ ആരോഗ്യങ്ങൾ ഞാൻ നോക്കിയില്ല നബിയെ, എൻ്റെ പ്രയാസങ്ങൾ ഞാൻ കണക്കിലെടുത്തില്ല നബിയെ, എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും കണക്കിലെടുക്കാതെ ഈ മദീനയുടെ ദർബാറിലേക്ക് ഞാൻ എത്തിയതാണ് നബിയെ. അവിടത്തെ കൈയൊന്ന് മുസാഫഅത്ത് ചെയ്യാൻ അവസരം തരുമോ നബിയെ? ആ കുഞ്ഞിബാലനെ കൈ മുസാഫഅത്ത് ചെയ്തപ്പോ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്ന കുഞ്ഞുമോൻ എഴുന്നേറ്റ് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇനി എൻ്റെ ഒരു അഭിലാഷമുണ്ട്, ഇനി എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഇനി എൻ്റെ ഒരു ആശയുണ്ട് നബിയേ, അതെനിക്ക് സാധിപ്പിച്ച് കിട്ടണം, അതെനിക്ക് തീർന്നു കിട്ടണം. എന്താണ് എൻ്റെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയെ കണ്ട എൻ്റെ കണ്ണ്, അങ്ങയെ പിടിച്ച എൻ്റെ കൈ, അങ്ങയെ ശരീരത്തെ കണ്ട് ആസ്വദിച്ച എൻ്റെ ഈ കണ്ണ് ഈ ഭൂമി ലോകത്ത് ഇനി ഒരാളും കാണരുത് നബിയേ. അങ്ങയെ മുസാഫഅത്ത് ചെയ്ത ഈ കൈ ഇനി ഒരാളും പിടിച്ചുകൂട നബിയേ. ഞാനൊന്ന് മരണപ്പെട്ട് കിട്ടാൻ, ഞാനൊന്ന് മൗത്തായി കിട്ടാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് നബിയേ. ചെറിയ 10 വയസ്സുള്ള കുഞ്ഞിബാലന് ഈ പ്രണയങ്ങള് മദീനത്ത് ആ ദർബാറിൽ വെച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, ഉമ്മമാരെ, നമ്മളെ ഖൽബിന് ആ സ്നേഹത്തിന്റെ ഒരു അണുമണി തൂക്കം ഞങ്ങളെ ഖൽബിൽ വരാറുണ്ടോ? സ്വലാത്ത് മജ്ലിസ് എന്ന് കേൾക്കുമ്പോ ഞങ്ങൾക്ക് അഭിപ്രായം പറയാനല്ലേ സമയം കാണുന്നത്, ഞങ്ങൾക്കതിനെ കുറിച്ച് എതിർത്ത് പറയാനല്ലേ സമയം കാണുന്നത്. ഏത് ഭൂമിയിലും മുത്തുനബി തങ്ങളെ പേരിൽ സ്വലാത്ത് നടക്കുന്നുണ്ടോ? അവിടെയെല്ലാം പോയിട്ട് മുത്തുനബി തങ്ങളെ മഹബത്തിന് കാരണമാകണേ. സ്വഹാബത്തുൽ കിറാം മുഴുവനും അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോ ദബാനി ഇലാ ഇദാ മുദ്ദാഉ ഹല്ലാ ബിമുഹ്ജതി മദീഹു റസൂലും ബി ശഫാഅതി യുഫ്റദു. അതേ സ്വഹാബത്തുൽ കിറാമിന് പനി വന്നപ്പോ, വയറുവേദന വന്നപ്പോ, ക്ഷീണം വന്നപ്പോ അവർ ആകാംക്ഷയോടെ കാത്തിരുന്നത്, അവർ ആകാംക്ഷയോടെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നത് ആരംഭപ്പുവായ മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് പ്രശ്നങ്ങൾ പറയലായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആ പ്രശ്നങ്ങൾക്ക് പറയാൻ ഒരു വേദിയാണ് പാവൂർ സ്വലാത്ത് മജ്ലിസ്. മുത്തുനബി തങ്ങളെ പേരിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ നമ്മളെ ഖൽബിലുള്ള പ്രണയത്തിന്റെ ആഴമെത്രയാ, നമ്മളെ ഖൽബിന്റെ മഹബത്തിന്റെ ആഴമെത്രയാ. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, ആ 10 വയസ്സുകാരനായ കുഞ്ഞിബാലന് ഇന്നും ജന്നത്തുൽ ബഖിയയിൽ കിടക്കുന്നില്ലേ? ആ ജന്നത്തുൽ ബഖിയയിൽ കിടന്നിട്ട് സ്വർഗപ്പൂങ്കാവനെ കണ്ട് ആസ്വദിച്ചവിടെ കിടക്കുന്നില്ലേ? നമുക്കും വേണ്ടേ ആഗ്രഹങ്ങള്, നമുക്കും വേണ്ടേ ആശകള്, നമുക്കും അവിടെ എത്തണ്ടേ, നമുക്കും മദീനയിലൊന്ന് എത്തിച്ചേരണ്ടേ, മദീനയൊന്ന് കാണണ്ടേ, മദീനയിലേക്ക് പലതവണ എത്തേണ്ടതില്ലേ? എത്രയോ കാശുകൾ ഉണ്ടാക്കിയിട്ട്, എത്രയോ പണങ്ങൾ ഉണ്ടാക്കി
ഉണ്ടായിട്ട് പോലും മദീനയിലെത്താൻ ഭാഗ്യം കിട്ടാത്തവർ എത്ര ആളുകളാ. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ സ്വലാത്തിന്റെ വേദിയിൽ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ